ഉലകത്തിന്റെ ശക്തിയല്ല. ഇന്നലെ രാത്രി പറഞ്ഞു, സ്വർഗത്തിലെ ശക്തി പൗലൂസിന്റെ മേൽ വ്യാപരിച്ചു. ചെറിയ ശക്തിയല്ല, അത്യന്ത ശക്തി പൗലൂസിന്റെ മേൽ വെളിപ്പെട്ടപ്പോൾ ഈ മെലിത്താ ദ്വീപിനകത്ത് വ്യാപരിച്ച ഈ പൈശാചിക മണ്ഡലത്തെ കുടഞ്ഞു കളയുവാൻ പൗലൂസിന്റെ മേൽ ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ, ബിബ്ലിയോസിന്റെ പിതാവിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ, വിദൂരത്ത് നിന്ന് യാത്ര ചെയ്തേശം 4000-ലപ്പുറം കിലോമീറ്റർ കടലിൽ കൂടെ 2700 സംതിങ് കിലോമീറ്ററുകൾ കടൽ മാർഗം അവർ കടന്നു വന്ന വഴിയിൽ തന്നെ ഒത്തിരി ബദ്ധപ്പാടുകളും കഷ്ടതകളും വേദനകളും സംഭവിച്ചെങ്കിലും കടൽ മാർഗത്തിൽ തന്നെ അവരെ തകർത്ത് കളയുവാൻ കപ്പലിൽ അടിച്ച ചുഴലിക്കാറ്റുകളും കപ്പൽ തകരുമാറായി അമരത്തിനകത്തും ഇടിച്ചു കയറിയ തിരമാലയ്ക്കകത്തും ദൈവം പൗലൂസിനെയും തന്റെ കൂടെ ഉള്ളവരെയും പോർലേൽക്കാതെ മെലിത്താ ദ്വീപിൽ കൊണ്ടുവന്നെങ്കിൽ, ഇന്ന് രാത്രി അധികാരത്തോടെ ദൈവാത്മാവിൽ കീഴ്പ്പെട്ട് വിളിച്ചു പറയട്ടെ, നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട് പൗലൂസേ, മെലിത്താ ദ്വീപിനകത്ത് പ്രമാണിയുടെ തന്തയുടെ അപസ്മാരത്തെ സൗഖ്യമാക്കാൻ ദൈവത്തിന്റെ അഭിഷേകത്താൽ ഒരുത്തനെ അയച്ചെങ്കിൽ, ഇന്ന് രാത്രി നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്നു കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന് സ്തുതിക്കാൻ കഴിയുമെങ്കിൽ, ഈ കാലഘട്ടത്തിൽ നിന്നെ ഒരു പ്രവാചകനാക്കാൻ, ഒരു രോഗശാന്തി ശുശ്രൂഷകനാക്കാൻ, ഒരു ശുശ്രൂഷക്കാരിയാക്കി പുറത്തെടുക്കാൻ ഈ തലമുറയിൽ ദൈവം ചിലരെ തേടി നടക്കുന്നുണ്ട്. അതിലൊരു വ്യക്തിയാണ് പൗലോസ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവകുഞ്ഞ 30-ാമത്തെ വാക്യത്തിനകത്ത് നിന്ന് പറയാം, ഇതിനകത്ത് ദൈവം ചെയ്തത് കേവലം ഒരു പനി എന്ന് നിങ്ങൾ പറയും, പക്ഷെ അതിനകത്ത് ചില ദൂതുകൾ കൂടെ ഇതിനകത്തുണ്ട് കേട്ടോ. അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 7-ാമത്തെ വാക്യം കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആ സ്ഥലത്തിന്റെ സമീപത്ത് പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിക്ക് ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ ചേർത്ത് 3 ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു. ആ ജന്മഭൂമി എന്ന് പറഞ്ഞാൽ താൻ ജനിച്ചു വളർത്ത തന്റെ അപ്പന്റെ അപ്പൻ ഏകദേശം 7 തലമുറകൾക്ക് മുൻപ്, ബിബ്ലിയോസ് ജനിക്കുന്നതിനും 7 തലമുറകൾക്ക് മുൻപ് തന്റെ പിതാവായ ആ മനുഷ്യൻ അവിടെ പാർത്ത് ബിബ്ലിയോസും തന്റെ സഹോദരങ്ങളും ജനിക്കത്തക്ക തലത്തിൽ ദൈവം ആ മെലിത്താ ദ്വീപിനകത്തൊരു പ്രമാണിയാക്കി ദൈവം ഈ മനുഷ്യനെ അവിടെ സ്ഥാപിച്ചൊരു കാര്യമുണ്ട്. കടൽ മാർഗം നശിപ്പിക്കാൻ കഴിയാത്ത തലത്തിൽ കടലിൽ നിന്നും രക്ഷപ്പെട്ട ഈ പൗലൂസിനെയും കൂട്ടരെയും ചേർത്തുകൊള്ളുവാൻ ചേർത്തു പിടിച്ചു. ഇന്ന് രാത്രി ചിലരെ അഭിഷക്തന്മാരെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ദേശം പിടിപ്പിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. എല്ലാരെയും ചേർത്ത് പിടിക്കാൻ പറഞ്ഞിട്ടില്ല, പ്രമാണമില്ല. ദൈവം അയക്കപ്പെട്ടവനെ ചേർത്ത് പിടിച്ചോ. സ്തോത്രം. ദേശം പിടിവിക്കപ്പെടാൻ പോകുക. ചിലതിന്റെ മധ്യ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുക. ദൈവം ദേശത്ത് ഇറങ്ങി വന്നാല് ഒരു മനുഷ്യനും അടുക്കാൻ കഴിയാത്ത തലത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. ദൈവകുഞ്ഞെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആരോടൊക്കെ ദൂത് പറയുന്നു. സ്തോത്രം. ഈ മനുഷ്യന്റെ ജന്മസ്ഥലത്ത് ഒരു ജന്മഭൂമിക്കകത്ത് ഉണ്ടായിരുന്ന അവരെ താങ്കളെ ചേർത്ത് പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. 3 ദിവസം അവരോട് കൂടെ എന്ത് ചെയ്തു? അതിഥി സൽക്കാരം ചെയ്തു. അവർക്ക് എന്ത് ചെയ്തു? അതിഥി സൽക്കാരം ചെയ്തു. നിങ്ങൾ മറന്നു പോകരുത്. പലപ്പോഴും ജീവിതത്തിൽ മറന്നു പോകുന്ന ഒരു കാര്യമാണ് അതിഥി സൽക്കാരം. നിങ്ങൾ മറന്നു പോകരുത്. ഇല്ലായ്മയിൽ ഉണ്ടാക്കി കൊടുക്കാൻ വചനം പറയുന്നില്ല. ഉള്ളതിനെ ചതച്ചും സ്തോത്രം മെതിച്ചും കൊടുക്കാൻ നീയും ഞാനും തയ്യാറാകുമ്പോൾ കലത്തിലെ മാവ് കുറയാതെ ഭരണിയിലെ എണ്ണ കുറയാതെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ആ തലമുറയിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, മെലിത്താ ദ്വീപ് തകർത്തുകളയും ഉടച്ചുകളയും. അവിടെയുള്ളവരൊന്നും മനസ്സാക്ഷിയുള്ളവരല്ല. അവിടെ കുറെ ബർബരന്മാരുണ്ടായിരുന്നു. സ്തോത്രം. അവരുടെ ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ മനസ്സിലാകത്തക്ക തലത്തിൽ ഒരു മനുഷ്യനെ സ്വർഗത്തിലെ ദൈവം കഴുകി പുറത്തെടുത്തെങ്കിൽ ഈ ബിബ്ലിയാസിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവവൈദ്യരെ നീ ആയിരിക്കുന്ന മേഖലയ്ക്കകത്ത് ചിലരെ ദൈവാത്മാവ് പുറത്തെടുക്കാൻ പോകുക. കാരണം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ആമേൻ,
ആമേൻ സ്തോത്രം. അവരിങ്ങനെയുള്ളവരാ, ഇവരങ്ങനെയുള്ളവരാ, ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ദൈവകുഞ്ഞെ, അത് നമ്മുടെ വിഷയമല്ല കേട്ടോ. ഇന്ന് രാത്രി ആരും പറഞ്ഞാൽ കേൾക്കുമ്പോൾ നമ്മുടെ വിഷയമല്ല. പക്ഷെ നിന്നെ ഏൽപ്പിച്ചത്, നിന്നെ പരമേൽപ്പിച്ചത്, നീ പറയാൻ മുൻപിലോട്ട് അധരങ്ങളെ തുറക്കുമ്പോൾ അതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി. അതെ, ആമേ പൗലൂസിനെയും കൂടെ ഉള്ളവരെ ചേർത്ത് പിടിക്കാൻ 1 2 പേരല്ല കേട്ടോ. ഒരാളോ 2 പേരോ ഒന്നും അല്ല കപ്പൽ ഉണ്ടായിരുന്നത്. സ്തോത്രം. 1 2 പേരൊക്കെ ആണെങ്കിൽ നമുക്ക് സൽക്കരിക്കാം അല്ലേ? എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കാം. ചതച്ചോ പുതച്ചോ പൊടിച്ചോ അല്ലെ അടയുണ്ടെങ്കിൽ കൊടുക്കാം, മതി. പക്ഷെ 1 2 അല്ല, 100-ലധികം പേര് ആ ദ്വീപിനകത്ത് കയറി ഉണ്ടായിരുന്നു, ഒരു കപ്പൽ നിറയെ. സ്തോത്രം. ഹല്ലേലൂയ. ഇവരെ അതിനകത്ത് തീറ്റിപ്പോറ്റണമെങ്കിൽ ഒരു സംസ്ഥാനം തന്നെ വിൽക്കണം. എന്തിനാ വാസു അങ്ങനെ പറയുന്നത്? പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നവരെ പോറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഹല്ലേലൂയ. ആമേ, പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് ആഹാരം കൂടെ ഇവർ അകത്തോട്ട് ചെല്ലും. നോക്കിക്കേ, ഇന്ന് രാത്രി ഇവരെ പോറ്റാൻ ആ സ്ഥലത്തുള്ള പ്രമാണിയുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ആ സ്ഥലത്ത് അനേക രോഗികൾ ഉണ്ടായിരുന്നു, ആ സ്ഥലത്ത് അനേക ഭൂതശക്തികൾ ബാധിച്ചവരുണ്ടായിരുന്നു, ആ സ്ഥലത്ത് ആ ബെലിത്ത എന്ന ദ്വീപിനകത്ത് ആമേ സ്തോത്രം വാദിക്കുന്ന ഒരു ആമേ പൈശാചിക മണ്ഡലം ഉണ്ടായിരുന്നു. ഒരു മനുഷ്യനെ പോലും പുറത്തു വിടാതെ, ആമേ പുറത്തേക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ കഴിയാതെ, പുറത്തുനിന്നൊരു മനുഷ്യനകത്തേക്ക് കടന്നു വന്ന് വിവാഹം കഴിക്കാൻ കഴിയാതെ, ആമേ ആൺപിള്ളാരും പെൺപിള്ളാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിച്ചും ആമേൻ അങ്ങനെ ശൈലിയിൽ ജീവിച്ചു വന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പൗലൂസിനെ സ്വർഗത്തിലെ ദൈവം അതിനകത്തേക്ക്, ആ ദ്വീപിനകത്തേക്ക് ഇതുവരയ്ക്കും ഒരാൾ പോലും സുവിശേഷവുമായി ആ ദ്വീപിനകത്ത് ആമെ കടക്കാൻ കഴിയാതെ അനേകർ മാറി നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ആമെ ദൈവത്തിന്റെ അത്യന്ത ശക്തി പ്രാപിച്ച പൗലൂസിന്റെ മേൽ ദൈവത്തിന്റെ ആമെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി കേവലം ഒരു പനി മാറുന്നതല്ല വിഷയം. ആ ദേശത്തിലെ തലവന്റെ മേൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ആ ദേശത്തിൽ വ്യാപരിക്കുന്ന ആമേ കുടിയിരിപ്പിന്റെ ശക്തിയുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങി വരണമെങ്കിൽ എന്നെ കേൾക്കുന്ന ആത്മീക മിത്രമേ, ഈ രാത്രി ദൈവാത്മാവിലേക്ക് നീ ഏൽപ്പിച്ചുകൊണ്ട് നിന്റെ മേൽ ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയും രോഗശാന്തിയുടെ ശുശ്രൂഷയും ദൈവം പരമേൽപ്പിച്ചിട്ടുണ്ട്. ആമേ കേവല ഒരു ആമേ സ്തോത്ര വൊമിറ്റിംഗ് വരുമ്പോൾ ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് ഓടുവാൻ വേണ്ടിയല്ല, രോഗിക്ക് വൈദ്യന് ആവശ്യമാണെന്ന് പ്രമാണം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ തന്നെ നിന്റെ കൈ വെള്ളത്തിന്റെ മേലേക്ക് വച്ച് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി നീ ഒന്ന് സ്തോത്രം ചെയ്ത് കുടിച്ചു നോക്കിക്കേ. ആമേൻ. അപ്പോൾ നിൽക്കും വൊമിറ്റിംഗ്. ഇന്ന് രാത്രി അത്ര ശക്തി നിന്റെ കരത്തിലേക്ക് സ്വർഗം പകർന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള സകല പ്രമാണങ്ങളും നിനക്കും എനിക്കുമുള്ളതാ. ഇന്ന് രാത്രി പാവപ്പെട്ടവനെ കാണുമ്പോൾ മാറി നിൽക്കുന്നതല്ല, പണക്കാരന്റെ കൂടെ പോകുന്നവനല്ല കർത്താവ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേ യെരൂശലേമിൽ കർത്താവ് വരേണ്ടത് കുതിരപ്പുറത്തായിരുന്നു, വന്നത് കഴുതപ്പുറത്തല്ലേ? എന്താ കാര്യം? ആമേ താഴ്മധരിച്ച് ഇന്ന് രാത്രിയിൽ ആരൊക്കെ ഇരിക്കുന്നുവോ അവരുടെ അന്നനാളത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ, ആമേ പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന കൊടിയ കാറ്റടിക്കുമ്പോൾ ഭവനത്തിനകം നിറയുന്നത് പോലെ, ഹൃദയത്തിനകം നിറയുന്നത് പോലെ, അന്യഭാഷയെ ജനം സ്തുതിക്കുന്നത് പോലെ ഇന്ന് രാത്രി കരമുയർത്തി പറ, എന്റെ ജീവിതത്തിനകത്ത് അടഞ്ഞു കിടക്കുന്ന, കെട്ടപ്പെട്ട് കിടക്കുന്ന ചിലത് പെന്തക്കോസ്ത് നാളിൽ പുറത്തു വന്നതുപോലെ കെട്ടുകൾ അഴിച്ച് രട്ട് മാറ്റി വെണ്ണീര് മാറ്റി ഇന്ന് രാത്രി ഉത്സവസ്ത്രം ധരിപ്പിക്കുന്ന ഒരു അത്ഭുതത്തിന്റെ ദൈവം ഈ രാത്രി കേൾക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ പകർന്നിറങ്ങുന്ന ദൈവത്തിന്റെ ആത്മാവ് മാളിക മുറിയിൽ ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ മനസ്സിനകത്ത് മാത്രമല്ല നിന്റെ ഭവനത്തിനകത്ത് നിറയാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോഴൊക്കെ വേദപുസ്തകം ഒന്ന് ഉയർത്തിപ്പിടിക്കണം കേട്ടോ, വേദപുസ്തകം ഉയർത്തിപ്പിടിച്ചു പ്രാർത്ഥിക്കണം. എത്ര പേരിന്ന് രാത്രി ആമേൻ വേദപുസ്തകം കഴിഞ്ഞ ദിവസം ഉയർത്തിപ്പിടിച്ചു പ്രാർത്ഥിച്ചു? വീട്ടിനകത്ത് വേദപുസ്തകം ഉയർത്തിപ്പിടിച്ചു പ്രാർത്ഥിക്കണം കേട്ടോ. ആമേൻ. നിങ്ങൾ ഇരിക്കുന്നതിന് മുകളിലെ വേദപുസ്തകം വയ്ക്കാവൂ. ആരും കൊണ്ട് തറയിട്ടിട്ട് കസേരയിരിക്കരുത്. പല ചർച്ചകളിലും പോകുമ്പോൾ കരഞ്ഞുകൊണ്ടിറങ്ങി വരാറുണ്ട്. നോക്കുമ്പോൾ ആമേ സ്വന്തം വേദപുസ്തകം കിടക്കുന്നത് കാലിൻ്റെ അടുത്താണ്, ഇരിക്കുന്നത് കസേര കാലുമോ കാലുവിട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയാം, ആത്മാവിൽ വിളിച്ചു പറയാം. ഹല്ലേലൂയ. ദൂതാറ്റെടുത്തോ, നീ താഴെ ഇരുന്നിട്ട് വേദപുസ്തകം മുകളിൽ വെച്ചോ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പലയിടത്തും പോകുമ്പോൾ കാണാൻ കഴിയുന്ന ഒറ്റ കാര്യം ഇതാണ്. പലരും നല്ല ടിപ്പ് ടോപ്പിൽ ടൈ എല്ലാം കെട്ടി കോട്ടൊക്കെ ഇട്ട് സ്തോത്രം വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ കണ്ട ഒരൊറ്റ കാഴ്ച ഇതാണ്. ഹല്ലേലൂയ. വേദപുസ്തകവും അവിടെ കിടക്കും. ആരാധന അങ്ങോട്ട് അതിൻ്റെതായ നിലയിൽ ദൈവാത്മാവിന്റെ സാന്നിധ്യം ആലയത്തിന്റെ മധ്യഭാഗത്തേക്ക് ഇറങ്ങുമ്പോൾ ജനം ആരാധിക്കാൻ തുടങ്ങും. പലരും ചവിട്ടിയും തട്ടിക്കളഞ്ഞും സ്തോത്രം ആരാധിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ ആരും വേദപുസ്തകം കൊണ്ടുവന്ന് നിലത്തിടരുത്. പ്രൈസ് ദി ലോർഡ്. കരത്തിൽ വെക്കുക. എന്തോ ദൈവാത്മാവിനെ തൊടുകയാ. പ്രൈസ് ദി ലോർഡ്. ഒന്നുകിൽ നീ ഇരിക്കുന്ന ഭാഗത്ത് കരത്തിൽ വച്ച് നിന്റെ മടിയിൽ ആ പുസ്തകം വയ്ക്കുമെങ്കിൽ ഇന്ന് രാത്രി ആരോടൊക്കെ പറഞ്ഞ് അലക്ഷ്യമായി വലിച്ചെറിയരുത്. വേദപുസ്തകത്തെ അലക്ഷ്യമായി ആലയത്തിന്റെ പായ്ക്കകത്തോ മേശയ്ക്കകത്തോ കൊണ്ടുവന്ന് ചിലരൊക്കെ കൊണ്ടുവന്ന് ഇടുകയാ തറയിൽ. പ്രൈസ് ദി ലോർഡ്. അവിടെ കടാ തിരിച്ചുകൊണ്ട് വീട്ടിനകം പുറത്ത് മേശപ്പുറത്ത് ഇടുകയാണ്. ആ പുസ്തകം കാണുമ്പോൾ അറിയാം കുത്തും പൊട്ടി സ്തോത്രം അതിനെ വരച്ച് കുറിച്ച് ഉള്ള മല്ലിപ്പൊടിയും പേപ്പറില്ലാതെ എല്ലാം അതിൻ്റെ പുറത്ത് എഴുതി വരുമ്പോഴെല്ലാം തിരിച്ചു കൊണ്ടുപോകുന്ന സ്തോത്രം കൈപൊക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. എങ്ങനെ വാസേ? ഞാൻ ഒരിക്കൽ ഒരു വേദപുസ്തകം ഞാൻ ഇങ്ങ് കൊണ്ടുപോകാൻ കർത്താവിൻ്റെ അഭിഷേകത്തിൽ നിന്ന് ഒരു വേദപുസ്തകം വാങ്ങിച്ചു. വേദപുസ്തകം വാങ്ങിച്ചിട്ട് ഞാൻ എനിക്ക് തോന്നിയൊന്ന് വാങ്ങിക്കണമെന്ന്. അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെയല്ല, മസ്കറ്റില്ല. ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര്. എനിക്കെന്തോ ആൻറ്റിയുടെ വേദപുസ്തകം കണ്ടോ വാങ്ങണമെന്ന് തോന്നി. എൻ്റെ പൊന്നു തിരീക്ഷ ബ്രദറെ, ആ വേദപുസ്തകം വാങ്ങിയപ്പോൾ ഞാൻ ആദ്യം കണ്ടത് മട്ടൺ 1 കിലോ ഏറ്റവും ബാക്കിൽ എഴുതി വെച്ചിരിക്കുക. മൊസംബി 1 കിലോ. പ്രൈസ് ദി ലോർഡ്. മെഴുകുതിരി 2 കവറ്. ഹല്ലേലൂയ. പോട്ടി 1. സ്തോത്രം. 2 പൈനാപ്പിൾ. ഇതെല്ലാം എഴുതി വെച്ചിട്ട് ലാസ്റ്റ് എഴുതിയിരിക്കുന്നത് അറിയാമോ? 1 കുപ്പി ബിയർ. സ്തോത്രം. എഴുതേണ്ട സ്ഥലം എവിടെയെന്ന് അറിയാമോ? ഏറ്റവും ബാക്കിൽ 2-3 പേപ്പർ ഉണ്ടാകും. കണ്ടിട്ടുണ്ടോ? ഏറ്റവും ബാക്കിൽ 2-3 പേപ്പർ ഉണ്ടാവും. ആ പേപ്പർ ഈ ലിസ്റ്റ് എഴുതാൻ വേണ്ടി വെച്ചിരിക്കുന്ന വിചാരം. ഈ ബൈബിളൊക്കെ ഒരു 4000 രൂപ വിലയുണ്ട്. അപ്പോൾ ഈ ബൈബിളിലൊക്കെ സ്തോത്രം അതിന്റെ ബാക്കിലുള്ള 5-6 പേപ്പർ ഉണ്ടാകും. ഈ പേപ്പർ അവർ വിചാരിക്കുന്നത് പച്ചക്കറിയും മീനും പോട്ടിയും കുടലൊക്കെ എഴുതി വെക്കാനെന്നാ. അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. ഞാൻ വേദപുസ്തകം പരിശോധിക്കുന്നുണ്ട് എല്ലാവരെയും. എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് കാണണം. വലിച്ചു കീറി കളയരുത് പേപ്പറൊന്നും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും വേദപുസ്തകം ഞാൻ പരിശോധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മാ വിളിച്ചു പറയുന്നു, നിന്റെ വേദപുസ്തകത്തിനകത്ത് പലതും എഴുതി കുത്തിപ്പിടിപ്പിക്കാനല്ല. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ മറന്നു പോയിരിക്കാൻ അച്ഛൻ 2 കവർ ഉപ്പ് കൂടെ. ബൈബിൾ എടുക്കാൻ എന്തായാലും മറക്കത്തില്ല. പേഴ്സ് എടുക്കാൻ മറന്നാലും ബൈബിൾ എടുക്കാൻ മറക്കത്തില്ല. അതുകൊണ്ട് അച്ഛൻ 2 ഉപ്പ് കൂടെ എഴുതി വെച്ചോ. അത് ആശീർവാദം എഴുതണം. പ്രൈസ് ദി ലോർഡ്. ദൈവകുഞ്ഞെ, പ്രൈസ്. ഇതിന്റെ വില നിങ്ങൾക്ക് അറിയാമോ? 4000, 5000, 10000 അല്ല വില. ചങ്കില ചോരയായത്. പല വിശുദ്ധന്മാരുടെയും സ്തോത്രം. ഹല്ലേലൂയ. അലങ്കാര വാക്കല്ല ഇത്. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മാവ് ആലോചന പറയുന്നു, പലപ്പോഴും വേദപുസ്തകത്തിന് വില കൊടുക്കാതെ പലതിനും വില കൊടുത്ത് സ്തോത്രം. എന്നാൽ ആ ആൻറ്റിയുടെ കയ്യിരിക്കുന്ന മൊബൈൽ കണ്ടപ്പോൾ അത് ചേർത്ത് പിടിച്ചിരിക്കുക. ചേർത്ത് ആപ്പിളിൻ്റെതല്ലേ, 1,00,000 സംതിങ് രൂപയുടെ ചേർത്ത് വച്ചിരിക്കുക ആപ്പിളിൻ്റെത്. സ്തോത്രം. ഹല്ലേലൂയ. അത് ആപ്പിൾ പകുതി കടിച്ചതിൻ്റെ പടം കൂടെ അതിൻ്റെ ബാക്കിലുണ്ട്. സ്തോത്രം. എന്നാൽ ആപ്പിൾ ഇതിനകത്ത് എഴുതിയിട്ടില്ല. ഞാൻ സങ്കടം തോന്നി. എന്താ ആൻറ്റി ആപ്പിൾ എഴുതാത്തത്? അയ്യോ പാസ്റ്റേ, പബ്ലിക്കിൽ പറയരുത്. ഞാൻ പറയത്തേ ഇല്ല. ഇതുവരെയ്ക്ക് ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് പറയാൻ തരമില്ല. ഇതിനകത്ത് ആരോ ഇരിപ്പുണ്ട്, ചിലത് എഴുതി വച്ചിരിക്കുന്നവർ. ഇന്ന് രാത്രി കണക്കെഴുതേണ്ട പുസ്തകമല്ല അത്. കണക്ക് പുസ്തകമല്ല, കണക്ക് തീർക്കുന്ന പുസ്തകമാ. ചില കണക്കുകൾ, ഇടപാടുകൾ തീർക്കുന്ന പുസ്തകമാ ഇത്. ചില പ്രതികൂലങ്ങൾ അഴിക്കുന്ന പുസ്തകമാ. അതിന്റെ ഫ്രണ്ടിലും ബാക്കിലും എഴുതി പിടിപ്പിക്കാനുള്ളതല്ല. കണക്കുകളും ചിട്ടിക്കണക്കുകളും മാസവരി കണക്കുകളും സൺഡേ സ്കൂൾ കണക്കുകളും ഒന്നും എഴുതേണ്ട പുസ്തകമല്ല ഇത്. ഇത് പുസ്തകത്തിനകത്ത് വില കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിങ്ങളെ ഇരിപ്പ് കണ്ടപ്പോ പേടിയാകുന്നു. ദൂരെ ആയതിന്റെ കുഴപ്പമില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതേപോലത്തെ ഒരു പുസ്തകം വാങ്ങിച്ചു വെച്ചേ. സ്തോത്രം. ഇതേപോലത്തെ ഒരു പുസ്തകം വാങ്ങിച്ചിട്ട് അതിലേക്ക് എഴുത്. രജിസ്റ്റർ ബുക്ക് ചെറുത്, ഒരു 5 രൂപ 10 രൂപയൊക്കെ ഉള്ളുന്നേ.
പക്ഷെ ഇതിനകത്ത് എഴുതി വെക്കാനുള്ള കാര്യാദികൾ എഴുതി വെക്കാൻ നാം തയ്യാറാകാതെ ഇരിക്കുമ്പോൾ തന്നെ പലതും പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് എഴുതി പിടിപ്പിച്ച കണക്കുകൾ ഇന്നും തീർക്കാതെ അതിനകത്ത് പറ്റിയിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എത്ര വെട്ടിയാലും അഴിച്ചാലും മാറാത്ത ഒന്നാണ് വേദപുസ്തകത്തിൽ എഴുതി പിടിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇന്ന് രാത്രി വേദപുസ്തകത്തിൽ എഴുതി പിടിപ്പിച്ചിട്ട് മാർക്കറിട്ടോ മറ്റതിട്ടോ എന്തെങ്കിലും ഇട്ട് അഴിക്കാനോ അതിനകത്തൊന്ന് പേപ്പർ കീറാനോ അതിനകത്തൊന്ന് ഒട്ടിച്ച് ചേർക്കാനോ ഒന്ന് എഴുതി ചേർക്കാനോ എനിക്കോ നിങ്ങൾക്കോ പ്രമാണമില്ല. കാരണമുണ്ട്, ഇതിനകത്തൊന്ന് കൂട്ടാൻ പ്രമാണമില്ല, ഇതിനകത്തൊന്ന് കുറയ്ക്കാൻ പ്രമാണമില്ല, ഇതിനകത്തൊന്ന് വള്ളിയോ പുള്ളിയോ കുറച്ച് പ്രസംഗിപ്പാൻ എനിക്ക് പ്രമാണമില്ല. ഇത് എഴുതിയവൻ സർവശക്തനായ ദൈവത്തിന്റെ അദർശ്യമായ കരമാണെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, ഒരു പുസ്തക ചുരുള് പോലും മാറിപ്പോകാതെ, അക്ഷരം മാറിപ്പോകാതെ, ആലോചന മാറിപ്പോകാതെ, സകലതും ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്നത് പോലെ അനേക ഭക്തന്മാർ അനേക ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് 40-ൽ പരം എഴുത്തുകാർ 40 സമയങ്ങളിലായി 40 ഘട്ടങ്ങളിലായി സ്തോത്രം പ്രൈസ് ദി ലോർഡ് 7000 വർഷത്തിനപ്പുറം കൊണ്ട് എഴുതി പിടിപ്പിച്ച ഈ പുസ്തകത്തിനകത്തലങ്ങൾ നോക്കുമ്പോൾ ഒന്നിനോടൊന്ന് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷിച്ചെഴുതി കൂട്ടിപ്പിടിപ്പിച്ചതുപോലെ ഈ പുസ്തകത്തിനകത്ത് പിടിപ്പിച്ചിരിക്കുന്ന കാര്യമുണ്ട്. ഇത് എഴുതിയത് ഒറ്റ ആത്മാവിലാകയാൽ, ഒറ്റ സർവശക്തന്റെ കൃപയുടെ മറവിൽ, മകുടത്തിന്റെ മറവിലാകയാൽ ഇതിനകത്തൊന്നും തെറ്റത്തില്ല, ഇതിനകത്തൊന്നും തെറ്റിപ്പോകത്തില്ല. ഇന്ന് രാത്രി കേൾക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നോയിക്കേ, ഇതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുക കേട്ടോ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. പൗലൂസിന് ഒരു കാര്യമുണ്ട്. പൗലൂസ് എല്ലായ്പ്പോഴും എല്ലാ കാര്യത്തിലേക്കും ചാടി ഇറങ്ങുന്ന ഒരു മനുഷ്യനല്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പൗലൂസിന്റെ മേൽ ദൈവം പരമേൽപ്പിച്ച കാര്യമെന്ന് പറഞ്ഞാൽ ചെറുതല്ല. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുന്നത്, അയ്യോ എന്നിലൊന്നും പരമേൽപ്പിച്ചിട്ടില്ലോ. ഇല്ല, നിങ്ങളിൽ പരമേൽപ്പിച്ചിട്ടുള്ളത് ഇന്നിപ്പോ തങ്കമേന്റിയിൽ പരമേൽപ്പിച്ചിട്ടുള്ളതല്ല പ്രൊഫസറെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. രണ്ടും രണ്ടാ. പ്രൈസ് ദി ലോർഡ്. ഇവർ രണ്ടുപേരിലും പരമേൽപ്പിച്ചതല്ല ലിൻഡയിലും ലിറ്റിലും പരമേൽപ്പിച്ചിരിക്കുന്നത്, അത് വേറെയാ. അവരിൽ പരമേൽപ്പിച്ചതല്ല ദിനീഷ് ബ്രദറിനോടും പ്രിയദാസിലും പരമേൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, എല്ലാം വ്യത്യസ്തമായി, പക്ഷെ വരുമ്പോ എല്ലാം ഒരേ ധ്രുവത്തിൽ നിന്ന് ഒരേ അച്ചിൽ വാർത്തെടുത്തതുപോലെ. പലപ്പോഴും പലരും പറയാറുണ്ട്, അഭിഷക്തനെ നിങ്ങളെ ഞാൻ പറയാൻ ദൈവാത്മാവിൽ ശരണപ്പെടുകയാ. കാരണം എന്തെന്നറിയാമോ? അദ്ദേഹത്തിന് വേറെ ദൂത് കൊടുത്തിട്ടില്ല. ഈ ഗൂഗിൾ മീറ്റിൽ വന്ന് പ്രസംഗിക്കുന്ന പലരും ഞാൻ ആദ്യമേ 5-6 മിനിറ്റ് പ്രസംഗിക്കുമ്പോൾ അവര് പറയാറുണ്ട്, ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കാൻ കൊണ്ടുവന്ന ദൂതിതാ, അഭിഷക്തനെ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു, ഓക്കെ, കണ്ടിന്യൂ ചെയ്തോ, ആരും അറിയണ്ട. കാരണം എന്നറിയാമോ? ദൂത് വേറെ പുള്ളിക്ക് കൊടുത്തിട്ടില്ല. അത് പ്രാരംഭത്തിൽ അതിന്റെ ഒന്ന് പൊളിക്കാൻ ദൈവം എന്നെ ഏൽപ്പിച്ചതുപോലെ ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്ന വേദപുസ്തകത്തിനകത്ത് സ്തോത്രം, വിവിധ ശുശ്രൂഷകളും വിവിധ കാര്യാദികളും പ്രവർത്തികളും ഇതിനകത്ത് ദൈവം ചെയ്തിട്ടുണ്ടെങ്കിലും ആത്മാവ് ഒന്നത്രേ. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് ഒന്നത്രേ. സ്തോത്രം, ശക്തി ഒന്നത്രേ. നിങ്ങൾ അവിടെ ഇരുന്ന് ചിന്തിക്കുന്ന കാര്യം ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഇരുന്ന് ദൈവാത്മാവിൽ എനിക്ക് തരുന്ന ആലോചനയെ വിളിച്ചു പറയുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവ പൈതലേ, ആത്മാവ് ഒന്നാണ്. നീ അവിടെ ഞെരങ്ങുമ്പോൾ അഭിഷക്തന്മാരെ ദൈവം എണീപ്പിക്കും. സാറാപത്തിൽ മരണത്തിന് കാത്തിരിക്കുന്നു. ഒരു പിടി മാവ് മാത്രമേ ഉള്ളൂ. അവൾ അതിനെ എടുക്കണം, കഴിക്കണം, കുഞ്ഞും അവളും മരിക്കണം. ഇന്ന് രാത്രി അവിടെ അവരാലോചിച്ച് കണക്ക് കൂട്ടിയപ്പോൾ കരീത്ത് തോട്ടിനരികിൽ ഒളിച്ചിരിക്കുന്ന ഏലിയാവിന്റെ കാക്കയുടെ വരവ് തീർന്നില്ല. തോട്ടിലെ വെള്ളം വറ്റിപ്പോയി. കാര്യമെന്നറിയാമോ? മരണത്തെ മാറ്റാൻ ഏലിയാവിനെ അവിടെ നെടിയിപ്പിച്ച് സാറാപത്തിൽ കൊണ്ടുവന്നെങ്കിൽ ശുശ്രൂഷകൻ എന്താ അവിടെ നെണീറ്റത്? സ്വർഗം പറഞ്ഞു, എണീക്ക്, സാറാപത്തിൽ ചെല്ല, ഇനി കാക്കയുടെ വരത്തില്ല, നിന്നെ പോഷിപ്പാൻ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് കൽപ്പിച്ച ഏലിയാവിന് അയച്ച കാര്യം എന്നറിയാമോ? ഇരിക്കുന്നത് വിദൂരമാണെങ്കിലും സാറാപത്തിനോട് ചേർന്ന് ചില കിലോമീറ്ററുകൾ മാറി സ്ഥിതി ചെയ്യുന്ന കെരീത്തിലേക്ക് അവൻ ഇരിക്കുന്നു എങ്കിൽ പഴയ നിയമത്തിൽ പിന്നെയും വിളിച്ചു പറയുന്നു, ഈ കെരീത്ത് ഒരിക്കൽ വെള്ളം കൊണ്ട് നിറഞ്ഞു. കാര്യമെന്നറിയാമോ? വറ്റിപ്പോയ കെരീത്തിനെ നിറയ്ക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ചില വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ.
ഹല്ലേലൂയ. ഈ രാത്രിയിൽ ആരോടൊക്കെ ദൈവാത്മാവ് പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ് നീ ഇരിക്കുന്ന വിഷയത്തിന് ഇന്ന് രാത്രി നീ ദൈവം ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്തേക്ക് ഇറങ്ങി വരാൻ പോകുക. വായിക്കാം 10-ാമത്തെ വാക്യം, കുറിവാക്യത്തിൽ അധ്യായത്തിൽ ആമേൻ വായിച്ച അധ്യായം ഇതാണ് 28. അപ്പോസ്തലപ്രവൃത്തി 28 ആമേൻ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഞങ്ങളെ മാനിച്ചു, ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു. ഒരു പ്രാവശ്യം കൂടെ വായിച്ചേ. അവരും ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു, ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഏറിയത്. ഒരു ദൂതം അതിനകത്ത് പറയാൻ ആത്മാവ് ഇങ്ങനെ വെമ്പൽ കൊള്ളുകയാ. ശ്രോത്രം, ഹല്ലേലൂയ. എന്തെല്ലാം കടലിൽ, ആഴക്കടലിൽ വലിച്ചെറിഞ്ഞോ, എന്തെല്ലാം ആഴക്കടലിൽ കോളിളക്കം വന്നപ്പോൾ വലിച്ചെറിഞ്ഞോ, അതിന്റെ 10 മടങ്ങ് എന്ന് ഞാൻ പറയാം. ഹല്ലേലൂയ. ക്രിസ്തുവിന് വേണ്ടി, യാത്രയ്ക്ക് വേണ്ടി എന്തെല്ലാം വലിച്ചെറിഞ്ഞോ, അതിന്റെ 10 മടങ്ങ് നിനക്ക് തരാൻ എന്റെ സ്വർഗം മെലിത്തയ്ക്കകത്ത് ഒരുത്തരെ എണീപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി പ്രതികൂലങ്ങൾ നിറഞ്ഞ മെലിത്ത, ആമേൻ സ്തോത്രം, വിഗ്രഹാർപ്പിതം കൊണ്ട് നിറയപ്പെട്ട മെലിത്ത, അതിനകത്ത് പൗലോസിന്റെ മേൽ വ്യാപരിച്ച ദൈവത്തിന്റെ അഗ്നിയുടെ ആഴത്തെ ഇന്ന് രാത്രി മനസ്സിലാക്കാതെ പോകരുത്. ആമേ പൗലോസ് ദൈവാത്മാവിൽ അതിനകത്ത് ചെന്നെങ്കിൽ, ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ ദൈവാത്മാവിൽ താൻ പുറത്തു വന്നപ്പോൾ ആരും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേ കാണാതെ പോകരുത്. അവർ പറയുക 10-ാം വാക്യം, അവരും ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, എന്നെ മാനിച്ചു. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. എന്നെ മാനിച്ചു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്ന് പറഞ്ഞാൽ, ഒരു ദൈവദാസൻ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന് വഴിച്ചെലവ് ഉള്ളത് നീ കൊടുത്തയക്ക്. ഹല്ലേലൂയ. അത് കൊടുത്തയച്ചാൽ ദൈവം പറയുന്നു, ഞാൻ വാരി വിതറി ദരിദ്രന്മാർ കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 1 രൂപ പോലും കൊടുക്കാതെ ഒരു ഭവനത്തിനകത്ത് ദൈവാസം അയക്കരുത്. അവര് പറയും, ദൈവമേ എന്നെ അവർ മാനിച്ചു. ഹല്ലേലൂയ, എന്നെ മാനിച്ചു. മാനിക്കുന്നവനെ മാനിക്കാമെന്ന് പറഞ്ഞ ദൈവം ഇന്ന് രാത്രി ഇതിനകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഇരിക്കുന്നവരെല്ലാം മാനിച്ചവരാ. ദൈവം നമ്മെ മാനിച്ചവരായിരിക്കുന്നത്. ദൈവദാസന്മാരെ മാനിക്കാത്ത ഒരാൾ പോലും ഇതിനകത്തില്ല. ദൈവദാസന്മാരെ മാനിക്കുന്നവരാ. അവർ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആമേൻ കൊടുക്കുന്നവരല്ല. കാര്യമായി ദൈവം അവരെ ഏൽപ്പിച്ചത് കൊടുക്കാനും അവർക്ക് അവരെ യാത്ര അയക്കാനും കഴിവുള്ളവരും തികവറ്റവരും കിടയറ്റവരുമാ ഇതിനകത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ വിളിച്ചു പറയാം. അവര് പറയുക, ഞങ്ങളെ മാനിച്ചു. അതിന്റെ അർത്ഥം ഞാൻ പറയട്ടെ, അതിനൊന്ന് വ്യാഖ്യാനിക്കട്ടെ. കടലിൽ വലിച്ചെറിഞ്ഞ ചെറുതല്ല, സകല തുണികളും അവർ കൊണ്ടുവന്ന സകല സ്തോത്രം, അവർ കൊണ്ടുവന്ന സകലത്തിന്റെ മേലും എല്ലാം വാരി വലിച്ച് കടലിലെറിഞ്ഞപ്പോൾ സ്തോത്രം നങ്കൂരമിട്ട് നങ്കൂരം ഉറച്ചു. പക്ഷെ ശ്രദ്ധിക്കണമേ, അവർക്ക് മാറി കൊടുക്കാൻ പോലും തുണിയില്ലാതെ അവർ ദ്വീപ് കടന്ന് മെലിത്തയിലെത്തിയപ്പോൾ പൗലോസിന്റെ ഹൃദയത്തിനകത്ത് ഒരു ചിന്ത വന്നു കാണുമെന്ന് ഞാൻ പറയുക എഴുതിയിട്ടില്ല. ഞങ്ങൾ എന്ത് കഴിക്കും, എന്തുടുക്കും, ഇവിടെ തണുപ്പാണ്, ഒന്ന് പുതയ്ക്കാൻ പുതപ്പില്ല, എങ്ങനെ കിടക്കുമെന്ന് അപ്പൊ ചിന്തിച്ചു കാണും. സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കുന്നവരാ. AC റൂമിനകത്ത് റൂം എടുത്ത് കയറുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇവിടെ പുതയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ദൈവകുഞ്ഞെ, നീ എടുക്കുന്ന റൂമിനകത്ത് സകലത്തിന്റെ മേൽ ചായ ഉണ്ടാക്കാൻ കെറ്റില്, ചായപ്പൊടി, തേയിലപ്പൊടി, പാൽപ്പൊടി, പഞ്ചസാര, സകല ഗ്ലാസും ജഗ്ഗും, സ്തോത്രം, നിനക്ക് മാറി കൊടുക്കാം തുണിയും ടവലും, കുളിക്കാൻ സോപ്പും, പല്ല് തേക്കാൻ പേസ്റ്റും, സ്തോത്രം, തങ്കിളീനറും, നിനക്ക് പുതച്ചു കിടക്കാൻ പുതപ്പും, നല്ല ബെഡും, ആവശ്യമുള്ള സകലതും നിനക്ക് തരാൻ ഒരു ഹോട്ടൽ റൂമിൽ കഴിഞ്ഞെങ്കിൽ നിനക്ക് അതിനേക്കാൾ മേത്തരമായി മാനിക്കത്തക്ക തലത്തിൽ
സർവശക്തനായ ദൈവം മെലിത്താ ദ്വീപിൽ ബിബ്ലിയോസിന്റെ കുടുംബത്തിനകത്ത് ദൈവം ഇറങ്ങിച്ചെന്ന് പറഞ്ഞു, പ്രമാണിയെ, നീ ധനികനാണ്, ഈ പട്ടണത്തിലെ മേൽ വിചാരകനാ നീ. പക്ഷേ ഇന്ന് വരുന്നത് എന്റെ ദാസന്മാരാ, അവർക്കൊരു പോറൽ പോലും പറ്റാതെ നീ സൂക്ഷിച്ചു മടക്കി അയക്കണം. ഇന്ന് രാത്രി ദൈവ പൈതലേ, ആത്മാവിൽ നിറഞ്ഞെന്ന് പറയട്ടെ, ഇവരെ മടങ്ങിപ്പോകുന്ന സമയത്ത് അവർ പ്രതീക്ഷിക്കാത്ത നന്മകൾ അവരുടെ കപ്പലിനകത്ത് കൊടുക്കുവാനിടയായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രതീക്ഷിക്കാത്തത്. ഹല്ലേലൂയ. അവരൊന്നും പ്രതീക്ഷിച്ചില്ലെന്നും ഒന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അവരുടെ താമസിക്കുന്ന സമയം മുതൽ അവർക്ക് ആവശ്യമായതെല്ലാം അവിടെ വിളമ്പിക്കൊടുത്തു. ഹല്ലേലൂയ. 9-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, 9-ാമത്തെ അധ്യായം, ആമേൻ, അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 40-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഉയർപ്പ് സംഭവിക്കുന്നു. മാത്രമല്ല, ഒരു രോഗത്തിന്റെ കെട്ടിനകത്തകപ്പെട്ടു പോയ ഒരു സഹോദരിയെ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന അപ്പോസ്തലനായ പത്രോസ് ആ പട്ടണത്തിനകത്ത് കയറി ചെന്ന് ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞു നിന്നുകൊണ്ട് അത്യന്ത ശക്തിയിൽ നിറഞ്ഞു നിൽക്കുന്ന പത്രോസിന്റെ ശരീരത്തിന്റെ മേൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ അഗ്നിധാരയായി ഒഴുകി. സ്തോത്ര. ക്രിസ്തുവിന്റെ അംബാസഡറായി തെരഞ്ഞെടുക്കപ്പെട്ടവൻ മീൻ പിടിക്കുന്ന സ്ഥലത്ത് നിന്ന് സ്തോത്ര ഗന്നസര തടാകത്ത് നിന്ന് അവനെ വിളിച്ചു വേർതിരിച്ചു. നീ മീൻ പിടിക്കുന്നവനായിട്ടല്ല, നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനായി ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ ആ വലയും വള്ളവും പങ്കായവും വിട്ട് കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി വന്ന പത്രോസിന്റെ മേൽ ദൈവത്തിന്റെ അത്യന്ത ശക്തി വ്യാപരിച്ചെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ദൈവപൈതലേ, നീ സകലതും വിട്ട് സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കാനായി ഇറങ്ങിയിട്ട് ദൈവപൈതലാണോ? നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി നീ ഇരിക്കുന്ന ജില്ലയ്ക്കകത്ത് ഒതുങ്ങി നിൽക്കുന്ന ദൈവമല്ല. നിന്റെ ജില്ലയ്ക്കകത്ത് ഒരു നീതിമാനായ നീ ഉണ്ടെങ്കിൽ, ഒരു നീതിപതിയായ നീ ഉണ്ടെങ്കിൽ, ആ ജില്ലയെ ഞാൻ അനുഗ്രഹിക്കാൻ പോകുകയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ ചിലന്തി വല കെട്ടുന്ന അറിയോ? ചിലന്തി വല കെട്ടുന്നത്. ഹല്ലേലൂയ. ആദ്യം നമ്മൾ ചിലന്തിയെ കാണുന്നത് ദാവീദ് ശൗലിന്റെ മുമ്പിൽ നിന്ന് ഓടി ഗുഹയ്ക്കകത്തേക്ക് ഒളിക്കുമ്പോൾ ചിലന്തി വന്ന് വല കെട്ടി. പ്രൈസ് ദി ലോർഡ്. ആ ഗുഹയിൽ 2 ഹോൾ ഉണ്ടായിരുന്നു. ഇതുവഴി കയറി അതുവഴി ഇറങ്ങി വരാനുണ്ടോ ഹോൾ. ആ ഹോളിനകത്തേക്ക് അവൻ ഗുഹയ്ക്കകത്തേക്ക് കയറുമ്പോൾ ഗുഹയ്ക്ക് ആ വാതിലിലേക്ക് ചിലന്തി വന്ന് വല കെട്ടി നടുക്കിരിക്കുക. അതിന്റെ മധ്യഭാഗം ചിലന്തി ഇരിക്കുക. നമ്മൾ ആരും ചിന്തിക്കത്തില്ല ഇതിനകത്ത് എന്തെങ്കിലും കടന്നു പോയിട്ടുണ്ടോ. ഇല്ല, ചിന്തിക്കത്തില്ല. കാരണം ഇരിക്കുന്നത് ചിലന്തിയാ. വല പൊട്ടും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അകത്താറുണ്ട്, ദാവീദുണ്ട്. പലപ്പോഴും ഇതുപോലെ നമ്മെ സംരക്ഷിച്ച ഒരു ദൈവമില്ലേ? കാര്യമുണ്ട്. നീ ആരെ പേടിച്ചാണോ അവിടെ കയറിയത്, അവൻ മാറ് ഹോളിൽ കൂടെ അകത്ത് കയറി വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആരെ പേടിച്ചാണോ നീ മാറിയിരിക്കുന്നത് ദാവീദേ, ഹല്ലേലൂയ, അതേ വ്യക്തിയെ നിന്റെ അടുത്ത് കൊണ്ടുവരാൻ വരുത്താൻ എന്റെ ദൈവം സർവശക്തനാണ്. ഒരു ചെറിയ ചിലന്തിയെ കൊണ്ടൊരു ഗുഹയുടെ വാവട്ടം നിമിഷ നേരം കൊണ്ട് കെട്ടിക്കാൻ എന്റെ കർത്താവിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മാ വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതമാകുന്ന മേഖലകളിൽ നീ അനുഭവിക്കുന്ന പ്രതിസന്ധിക്കകത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കൂ, ഈ ദാവീദ് അതിനകത്തിരിക്കുമ്പോ ദാവീദിന്റെ പടയാളിയും കൂടെ തന്റെ കൂടെ ഉണ്ട്. അഹമ്പടി നായകൻ. ജീവൻ കൊടുക്കാൻ, മറുപടിയായി കൊടുക്കാൻ ഒരുത്തരം അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നോക്കൂ, 2 പേരും കൂടെ പുറത്തോട് പുറം തിരിഞ്ഞൊരു ഗുഹയുടെ അകത്തേക്ക് മധ്യഭാഗത്തേക്ക് വന്ന് 2 പേരുടെ പുറം 2 പേരും മാത്രം ഇങ്ങനെ ഇരിക്കുമ്പോ ഭൃത്യൻ പറയുക, കണ്ടോ കണ്ടോ രാജാവേ, ആ ഇരിക്കുന്നവൻ മറ്റാരുമല്ല, കുന്തമെടുത്ത് കുത്തട്ടെ അവന്റെ മണ്ടയ്ക്ക്. ഇന്ന് രാത്രി ഇല്ല ഇല്ല, അവൻ ആരാ? അഭിഷക്തനാണ്, അഭിഷക്തനാണ്. തുടരുത്. അവൻ അഭിഷക്ത ഗണത്തിനകത്തുള്ള ശൗൽ എന്ന പ്രവാചകനാ. അവനെ തുടരുത്. അവന്റെ കുടുംബം മൊത്തം പ്രവചന ശുശ്രൂഷയുള്ളവരാ. ശുശ്രൂഷയകത്ത് നിൽക്കുന്നവർ തുടരുത് എന്ന് പറഞ്ഞു മാറി പറയുക, അവന്റെ വസ്ത്രത്തിന്റെ അഗ്രം ഒന്ന് കട്ട് ചെയ്താലോ അവനെ പിന്നത്തിൽ കാണിക്കാം. കൈവാക്കിന് കിട്ടിയിട്ടും ഞങ്ങൾ നിന്നെ കൊന്നില്ലെന്ന് പറയാലോ. അഗ്രത്തെ മുറിച്ചെടുത്ത് രാജസന്നിധി കൊണ്ടുവന്ന് വിളംബരം ചെയ്തു, ഞങ്ങൾ ശൗൽ രാജാവിന്റെ ആ വസ്ത്രത്തിന്റെ അഗ്രം കട്ട് ചെയ്തുകൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. അതിനെ വിസ്തരിച്ച് 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 പ്രൈസ് ദി ലോർഡ്, നാളുകൾ ഏറെയായി ഒരിക്കലും
ഇത് വിശ്വസിക്കാൻ കഴിയാതെ ശൗലും പോരാടി. ഇന്ന് രാത്രി പറയട്ടെ, ആമേൻ, അവന്റെ വസ്ത്രം കൊണ്ടുവന്നതിൽ ആമേൻ അതിൽ കൂടെ ഇങ്ങനെ വച്ച ആമേൻ ഒന്ന് യോജിപ്പിച്ചപ്പോൾ കറക്റ്റ് അതിന്റെ പീസ് തന്നെ. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ ആമേൻ സ്തോത്രം, പലരും വിശ്വസിക്കാതെ മാറിയിരിക്കുന്ന സമയത്തും ദൈവത്തെ ആരാധിക്കുന്ന ദൈവകുഞ്ഞിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം തുറന്നു തരുന്ന ചില ആമേൻ നന്മയിലും ചില വാഴ്ത്തത്വങ്ങളും അതിനകത്ത് നിൽക്കാൻ ആമേൻ കഴിയാത്ത തലത്തിൽ കൂടെ പലപ്പോഴും നമ്മെ കയറ്റി വിടുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ആ കാലത്ത് ആമേൻ പത്രോസിലെ തബീത എന്ന കർത്താവിന്റെ ദാസിയെ മരിച്ചു കിടന്നവളെ ആമേൻ പ്രാർത്ഥനയിൽ മുട്ടകുത്തി അവളുടെ ആമേൻ മരണഭീതിക്കകത്ത് നിന്ന് അവളെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഒറ്റ ശബ്ദമാണ് അവിടെ വിളിച്ചത്, തബീതേ എണീക്ക. ഇന്ന് രാത്രി ആരോടൊക്കെ പറയുന്നു, എണീക്ക. അവൾ എണീറ്റിരുന്നിട്ട് പറയുക, ഓ പ്രൈസ് ദി ലോർഡ്, അവക്കൊന്ന് കൈ കൊടുത്ത് അവളെ എണീപ്പിച്ചു. സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി ഒന്ന് കൈ കൊടുത്താൽ ചിലത് എണീറ്റ് ഈസി ആയി പോകും. ഒരു തള്ളൂടെ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കൈവെപ്പൂടെ കൊടുത്തു കഴിഞ്ഞാൽ ചിലതൊക്കെ എണീറ്റ് നടക്കുമെന്ന്. ഇന്ന് രാത്രി അടഞ്ഞിരിക്കുന്ന പലതിനെയും മരണത്തിന്റെ ഭീതിയിലായിരിക്കുന്ന ചില കെണിക്കകത്തകപ്പെട്ടു പോയ ഒരു വേട്ട പക്ഷിയെ പോലെ ഇരിക്കുന്ന ചില വിഷയത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവത്തിന്റെ ആത്മ വിളിച്ചു പറയുന്നു, ഞാൻ അതിനകത്ത് ചിലരെ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഈ രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കേവലം ആമേൻ ഒരു ഉയർപ്പല്ല വിഷയം. ആമേൻ, ദൈവരാജ്യം അവിടെ മഹത്വപ്പെടുകയാണ്. നിങ്ങൾ ഇരിക്കുന്ന പട്ടണത്തിനകത്ത് ഇന്ന് രാത്രി വില കൊടുത്ത് ഇത്ര വരിപ്പുണ്ട്, ഇതിനകത്ത് വില കൊടുത്ത് ആമേൻ വില കൊടുത്തിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ പുറമേ അല്ല കാണുന്നത്, അതിന്റെ ഹൃദയത്തിനകം. ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് ഇരിക്കുമ്പോൾ തന്നെ ആമേൻ ചിലരൊക്കെ ദൈവാത്മാവ് ആമേൻ കുടുംബതലങ്ങളിൽ ആമേൻ വെളിപ്പെടുന്ന നാഴിക വിദൂരമല്ല കേട്ടോ. ഹല്ലേലൂയ. ശമനപരകതുനി വേദകരാജകൽക്കനാദി അന്തൽ പ്രൗഢപരക്ഷം. ഹല്ലേലൂയ. ജോബി പറഞ്ഞോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് ആമേ കടന്നു വരപ്പെടുമ്പോൾ ആമേ സ്തോത്രം തന്റെ സംഗീത പ്രമണിയായ ദാവീദ് വിളിച്ചു പറയുന്ന ദൂത് ഇന്ന് രാത്രി കേൾക്ക്. ആമേ ഒന്ന് വായിക്കാമോ? 16-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ ഭക്തനായിരിക്കുന്ന ആമേ ദാവീദ് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദൈവം ആമേ ദൈവത്തിന്റെ സന്നിധി ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവോട് വായിച്ച 16-11. സ്തോത്രം. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ വായിച്ചത്, അവിടെ ദൂത് ഇങ്ങനെയാണ് പറഞ്ഞത് എന്നറിയാമോ? ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. നിന്റെ സന്നിധിയിൽ സന്തോഷപൂർണതയും നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ഒരു ദൈവ കുഞ്ഞിന് വേണ്ടി ദൈവം കൊടുക്കുന്ന ചിലത് ജീവന്റെ വഴിയാ. ജീവന്റെ വഴി. ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളിൽ ദൈവം ആമേ സ്തോത്രം തന്റെ ജനത്തെ നടത്തുന്നത് ജീവന്റെ വഴിയിൽ കൂടെയാ. അപ്പോഴും വിടാതെ ഇരിക്കുന്ന പിന്തുടരുന്ന ചില ഒളി സങ്കേതങ്ങളുണ്ട്, ചില പ്രതികൂലങ്ങളുണ്ട്, മാനുഷികമായ ചില വെല്ലുവിളികളുണ്ട്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. വചനം ഇങ്ങനെ പറയുന്നു, ആമേൻ ജീവന്റെ വഴിയിൽ എന്തുണ്ട്? സന്തോഷമുണ്ട്. പിന്നെയോ പ്രബോധനങ്ങളുമുണ്ട്. പിന്നെ എന്തുണ്ട്? പ്രമോദമുണ്ട്. ഹല്ലേലൂയ. സകലത്തെയും ആ ജീവന്റെ വഴിക്കകത്ത് ദൈവം വച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ജീവന്റെ വഴിക്കകത്ത് ദൈവ പൈതലേ നീ ആയിരുന്നു കൊണ്ട് ദൈവത്തെ മുൻനിർത്തി കാര്യാദികൾ ചെയ്ത് മുൻപിലോട്ട് പോകുമെങ്കിൽ 2025 കഴിയും മുൻപേ നിന്റെ വഴിക്ക് തടയായി നിൽക്കുന്ന ചില വെല്ലുവിളികളും മാനുഷികമായ ചില പോരുകളും ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിന്റെ പ്രാർത്ഥനയുടെയും സമർപ്പണത്തിന്റെയും നടുവിൽ കർത്താവ് അതിലെ ഉന്മൂലനാശം ചെയ്യാൻ എഴുന്നേറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുമോ? ഇരിക്കുന്ന
ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് പറ, കർത്താവ് നിന്റെ സന്നിധിയിൽ നിന്ന് ഒത്തിരി അകന്നുപോയി, നിന്റെ സന്നിധിയിൽ നിന്ന് ഒത്തിരി ഞാൻ മാറിപ്പോയി, പ്രാർത്ഥനയിൽ ഞാൻ മാറിപ്പോയി, സമർപ്പണത്തിൽ നിന്ന് വിഘടിച്ചു പോയി, പലപ്പോഴും ഞാൻ അരുതാത്തത് സംസാരിച്ചു, പലപ്പോഴും ഞാൻ അരുതാത്തത് കേട്ടു, പലപ്പോഴും അരുതാത്ത സ്ഥലത്ത് നിന്നുപോയി, പലപ്പോഴും ചില ഇരിപ്പിടത്തിൽ ഇരുന്നു പോയി. പക്ഷെ ഇന്ന് രാത്രി അപ്പാ, നിന്റെ വഴിയിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷപൂർണതയും ഇന്ന് രാത്രി തരുന്ന ദൈവമേ, നിന്റെ സന്നിധിയിൽ ഞാൻ ഇന്ന് രാത്രി ഒരു സന്തോഷപൂർണനായി തീരും എന്നെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് പറ. കുറവിനെ ഏറ്റുപറഞ്ഞ ദൈവസ്ഥലേക്ക് പിന്നെയും മടങ്ങി വന്നാൽ ഒരു അത്യന്ത ശക്തിയോടെ ദൈവം പിന്നെയും പുറത്തു കൊണ്ടുവരും. ചില മരണനിഴലിന്റെ താഴ്വരയിൽ കൂടെ ഒക്കെ ശത്രു കടത്തിവിട്ടാലും അതിനകത്തും ഞാൻ നിന്നെ പൊന്നുപോലെ പുറത്തെടുക്കുന്ന നാൾ വിദൂരമല്ല. ആമേ, സ്തോത്രം. ജോബി, ആമേ, ഒരു അപകടം വരുന്നുണ്ട്, പ്രാർത്ഥിച്ചോ. ആമേ, ഏതൊക്കെയോ ചില മേടുകളിൽ നിന്ന് ചില പ്രതികൂലങ്ങൾ വരുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ജയമെടുത്ത് മുൻപിലോട്ട് പോകണമെന്ന് ദൈവത്തിന്റെ ആത്മാവിന് രാത്രിയിൽ ആമൻ ആലോചന കൈമാറുകയാണ്. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ചില നിലവിളികൾ, കൂട്ട നിലവിളികൾ ഉയരുന്നതായി ദൈവാത്മാവെന്നെ കാണിക്കുന്നു. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചോ, ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തോ, സമർപ്പിച്ചോ. ചില ചില സ്ഥലങ്ങളിലേക്ക് ഒന്ന് വീണ് കിടന്നൊന്ന് കരഞ്ഞോ. ആമേ, പത്രോസ് മുട്ടുകുത്തിയത് പോലെ മുട്ടുകുത്തിക്കോ. ഈ നാളുകളിൽ ആമേ, സ്തോത്ര, കർത്താവിന്റെ പ്രവൃത്തി അതിശക്തമായി വെളിപ്പെടുവാൻ ശത്രു പ്രബലനാകരുത്, ശത്രുവിനെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കരുത്. ഈ ദിവസങ്ങളിൽ മുഴങ്കാൽ മടക്കിക്കോ. ശുഡബലരഗതന വൈഡകരാജകൾ ഖനാദികര ശംഭവരാജകൾ ഖനാദി അതുരകരകതന ജൂഡപരാജകൾ ഖനാദികൾ ഘടകപരം ധുരി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തോ. ഈ ദിവസങ്ങളിൽ ദൈവത്തിനു വേണ്ടി രാവും പകലും വിശ്രമമില്ലാതെ കർത്താവിന്റെ സന്നിധിയിൽ ഓടി അണയുന്ന ഒരു പൈതലായി കർത്താവ് നിന്നെ കണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്ര. ആമേൻ. നിനക്കുള്ള വാഴ്ത്തത്വങ്ങൾ ഇതുവരെയ്ക്ക് നീ പ്രാപിച്ചിട്ടില്ല. പക്ഷെ ദൈവാത്മ പറയുന്നു, അത് പ്രാപിക്കേണ്ട നാഴിക വിദൂരമല്ല. ശത്രു ശക്തമായി ആമേ വാദിക്കുന്ന ഘട്ടങ്ങൾ ഈ നാളുകളിൽ പ്രാർത്ഥി ജയമെടുക്ക്. ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്ന് ദൈവാത്മാവിന് രാത്രി ആലോചന കൈമാറുകയാ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു എന്ന് രാത്രി കർത്താവിലേക്ക് ഏൽപ്പിച്ചു സ്തോത്രം ചെയ്യുമ്പോൾ ഇതിനകത്ത് വായിച്ച വാക്യം നമ്മൾ ചിന്തിച്ചോ. ഇവിടെ വായിച്ചെന്നറിയാമോ? എല്ലാവരും ഏറിയ സമ്മാനം തന്നു, ഞങ്ങളെ മാനിച്ചു, ഞങ്ങൾ കപ്പൽ കയറുന്ന സമയത്ത് ആവശ്യമുള്ളത് കയറ്റി തന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കേൾക്കൂ, ആമേ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഞാൻ കേവലം ഒരു വിശ്വാസിയായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സഭയ്ക്കകത്തുള്ള അഭിഷക്തൻ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് താൻ പോകുമ്പോൾ തനിക്കെന്നൊരു സൈക്കിളാണ് ഉണ്ടായിരുന്നത്. സൈക്കിളിന്റെ രണ്ട് ഭാഗത്തും, ഹാൻഡിലിന്റെ രണ്ട് ഭാഗത്തും ആമേൻ, സ്തോത്രം, വലിയ ഭാരം. എന്താ, വേറെ ഒന്നുമല്ല കേട്ടോ. ചക്ക, മാങ്ങ, അങ്ങനെ തുടങ്ങിയ കായ്കനികൾ, പിടി, അരി, ആമേ, മുളകുപൊടി, ജീരകം, മഞ്ഞൾപ്പൊടി, ആമേ, മല്ലിപ്പൊടി, ഉപ്പ്, സകലത്തിന്റെ മേലും ദശാംശം ആലയത്തിന്റെ മേശക്കീഴിൽ കൊണ്ടുവയ്ക്കും. ഓരോ ആഴ്ചയിലും അഭിഷക്തനെടുത്ത് കയ്യിൽ ഇങ്ങനെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കും. ആമേ, 2 സ്പൂൺ മുളകുപൊടി മീനിനോ എന്തിനിട്ടാലും അതിനകത്തുനിന്ന് ആമേ 4 ഭാഗം എടുത്തു മാറ്റിവെക്കും അഭിഷക്തന് വേണ്ടി. ആമേ, സ്തോത്രം. ദൈവകുഞ്ഞെ, അന്ന് അങ്ങനെ ചെയ്തത് കൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി കരുതാൻ സ്വർഗത്തിലെ ദൈവം കാര്യാദികൾ ക്രമീകരിച്ചെങ്കിൽ ഇന്ന് മറന്നു പോകുന്നത് പലപ്പോഴും 1 കിലോ അരിയല്ലേ ഉള്ളൂ, എങ്ങനെ പള്ളിയിൽ കൊണ്ടുവയ്ക്കുന്നേ, ഇതും റേഷൻ അരിയല്ലേ. ഐറ്റം തിരിച്ച് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമല്ല, ഉള്ളത് കൊണ്ടുവയ്ക്ക. നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗം ഇതിനകത്തിരിപ്പുണ്ട്. പലപ്പോഴും പിടിയേരിയൊന്നും കൊടുക്കാതെ എല്ലാം കൂടെ അടിച്ച് കയറ്റി, ആമേ, എല്ലാം രോഗം കൂടെ വലിച്ചു കയറ്റി വയ്ക്കാതെ ദൈവത്തിന് കൊടുക്കേണ്ട കൊടുക്ക. സ്തോത്രം, ഹല്ലേലൂയ. എന്തോ പറഞ്ഞു പോയതാ. ഇന്ന് രാത്രി ആത്മാവ് തൊട്ടു പറയുക, ആമേ, ദൈവത്തിന് കൊടുക്കേണ്ട, ദൈവദാസന്മാർ കൊടുക്കേണ്ടത് കൊണ്ടുകൊടുക്ക. ദൈവം നിന്നെ മാനിക്കുന്ന രാത്രി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞായറാഴ്ച, വിശുദ്ധ ഞായറാഴ്ച ആരെല്ലാം കൊണ്ടുപോയി പിടിയേരി? ഹല്ലേലൂയ. ഞാൻ അതിന്റെ പൈസ വയ്ക്കാൻ വയ്ക്കരുത്, പിടിയേറിയത് പൈസ വയ്ക്കരുത്.
ഹല്ലേലൂയ. ഒരു മാസത്തെ പിടിയേരി ചിലപ്പോ 5ഉം 6ഉം ഐറ്റം ആയിരിക്കാം. അതിന്റെ പൈസ കൊണ്ട് പള്ളിയിൽ വെക്കരുത്. ചിലപ്പോ 1/2 കിലോ മുളക് പൊടി ആയിരിക്കാം, ചിലപ്പോ 100 ഗ്രാം ആയിരിക്കാം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ വെക്കുക, അതിന്റെ പൈസ കൊടുക്കരുത്. അതുകൊണ്ട് കൊടുക്കുമ്പോൾ ആ അഭിഷക്തന്റെ കരങ്ങളിൽ കയറി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനെ താൻ വാഴ്ത്തി ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് തന്റെ ആഹാരത്തിന് വേണ്ടി വേർതിരിക്കുമ്പോൾ അതിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടിയാ ദൈവം തരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ദൈവകുഞ്ഞേ, ഇന്ന് രാത്രിയിൽ മറന്നു പോകരുത്. കേൾക്കണോ? ആമേൻ, സ്തോത്രം, ആമേൻ. ഒരിക്കൽ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഞങ്ങളുടെ ഒരു ദൈവദാസന്റെ മകൾ സ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് അവൾക്ക് വീട്ടിൽ നിന്ന് കൊടുത്തയക്കുന്ന ബസ്സിന്റെ പൈസ, സ്തോത്രം, ആമേൻ, ആ ബസ്സിന്റെ പൈസ എടുത്ത് അവൾ ബസ്സിൽ പോകാതെ നടന്നു പോകും. പ്രൈസ് ദി ലോർഡ്, നടന്നു പോകും. കേൾക്കണോ? ആ 2 പേരും ടിൻസ നടന്നു പോകും. പ്രൈസ് ദി ലോർഡ്. അത് ഏറെ അപ്പൻ വയ്ക്കുന്നേക്കാളും കാണിക്ക ദശാംശം കൊണ്ടൊന്ന് 2 കുഞ്ഞുങ്ങൾ കൊണ്ട് സഭയിൽ വയ്ക്കും എല്ലാ ആഴ്ചയിലും. 5ാം ക്ലാസ് മുതൽ ഇവർ ബസ്സിലാ പോയിക്കൊണ്ടിരുന്നേ. 10ാം ക്ലാസ് എത്തിയപ്പോ അതുവരെ ഇവർ ആ പൈസ കൊണ്ടുവന്ന് കാണിക്കപ്പെട്ടിക്കകത്ത് വയ്ക്കും. സ്തോത്രം, അനുഭവത്തോടെ പറയുന്ന കേട്ടോ, വേറെ ആരെയും സഭയിലല്ല, കർത്താവിന് കൃപയിൽ ആശ്രിത സഭയ്ക്കകത്താ. പ്രൈസ് ദി ലോർഡ്. ഇത് എവിടെ നിന്ന് വന്നു എന്ന് അപ്പൻ തിരക്കിയോ പറയുക. അന്ന് അവിടുന്ന് വീട്ടിൽ നിന്ന് പോകാൻ 1 രൂപ 50 പൈസ, 2 കൂടെ 3 രൂപ, 3 3 6 രൂപ. ഈ 6 രൂപ അന്ന് ഇവർ മാറ്റിവെച്ചപ്പോൾ, അതൊരാഴ്ച ആയപ്പോൾ, ആമേൻ, അത് 60 രൂപ തികച്ച് ഇല്ലാത്തത് കൊണ്ട് 60 രൂപയാക്കി കൊണ്ട് പള്ളിയിൽ. കാരണം അന്ന് എനിക്ക് വീട്ടിൽ പോകണമെങ്കിൽ 60 രൂപ വേണം, പള്ളിയിൽ കാണിക്കുകയൊന്നുമില്ല. സ്തോത്രം, 3 4 രൂപയാണ് വരുന്നത്, പാവപ്പെട്ടവരാ. സ്തോത്രം, ആ 60 രൂപ ആഴ്ചയിൽ ഈ കുട്ടികൾ കൊണ്ടുവയ്ക്കും. കേൾക്കൂ, ഇന്നവർ 2 പേരും UK സ്തോത്രം, 2 പേരും UK ഇന്ന് ഭംഗി വാക്ക് പറയല്ല കേട്ടോ. ആമേൻ. അന്ന് ദൈവസന്നിധിയിൽ അവർ ഉണ്മയോടെ കൊണ്ടുവച്ചപ്പോൾ ദൈവം അവർക്ക് വേണ്ടി മാറുഭാഗത്ത് വഴികൾ തുറക്കാനിടയായി. സ്തോത്രം, കേൾക്കൂ, തീർന്നില്ല കേട്ടോ. ഹല്ലേലൂയ. ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച, പണ്ടൊക്കെ പഠിച്ച ആൾക്കാർ ഇരിപ്പുണ്ട്, വെള്ളിയാഴ്ച ഈസി എന്നൊരു സംഭവമുണ്ട് അല്ലേ? വെള്ളിയാഴ്ച ഒരു 2 മണിക്കൂർ, അതിന് 2 രൂപ ചോദിച്ച് വാങ്ങും. മുട്ടായി വാങ്ങാനും ബലൂൺ വാങ്ങാനൊക്കെ 2 രൂപ. ഈ 2 രൂപ 2 പേരും ഇപ്പം 4 രൂപയായി. ഈ 4 രൂപ 4 ആഴ്ച ആയപ്പോ നിങ്ങൾ നോക്കിക്കുക എത്ര രൂപയെന്ന്. സ്തോത്രം. ഈ 16 എന്നുള്ള സംഭവത്തെ ആമേൻ ഒന്ന് 20 ആക്കി കൊണ്ടുവച്ചു. ഹല്ലേലൂയ. ഇന്ന് അവർക്ക് വേണ്ടി ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തെങ്കിൽ, വലിയ വീടുകൾ വച്ച് കുടുംബസ്ഥരായി ദൈവരാജ്യത്തിന് വേണ്ടി കൈ തുറക്കാൻ കിട്ടുന്നതിൻ്റെ 3/4% കർത്താവിന് വേണ്ടി വേർതിരിച്ചപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി വേർതിരിച്ചപ്പോൾ പലപ്പോഴും തന്നെ പിതാവ് പറയാറുണ്ട്, ഒരു മാറ്റവും സംഭവിച്ചില്ല അഭിഷേകത്തിനെ. ഇന്നും ഹല്ലേലൂയ 2 പേർക്ക് എങ്ങനെ കിട്ടിയെന്ന് അറിയത്തില്ല ഈ വെളിപ്പാട്. ഈ 2 പേരും അന്നും ഇന്നും കിട്ടുന്നതിൽ 3/4% ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ചെലവിട്ടപ്പോൾ സകലത്തിന്റെ മേലും അളന്നു കൊടുത്ത ദൈവമല്ല, വാരിക്കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ,
ഹല്ലേലൂയ, അവർക്കൊരു കേട് സംഭവിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല. അവർക്കൊരു പനിയോ ചുമയോ വന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, നടന്നുപോയി ചെരുപ്പില്ലാതെ നടന്നുപോയ ദിവസങ്ങൾ സ്കൂളിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ എനിക്കൊരു 4-5 മാസം മുമ്പ് വിളിക്കുമ്പോൾ എന്നോട് പറയാനുണ്ട്, സ്കൂളിൽ നടന്നുപോയി ചെരുപ്പില്ലാതെ പോയ പാട് ഇന്നും കാലിലുണ്ടെന്നാ പറയുന്നത്. കേക്ക് ആമേൻ, സ്തോത്രം. ഇന്ന് അവർക്ക് ഏത് ചെരുപ്പിടണമെന്നല്ല, ഹല്ലേലൂയ, ഏത് വണ്ടിയിൽ പോകണം. കാരണം ദൈവത്തെ മാനിക്കുന്നവനെ ഒരിക്കലും ആമേൻ മാറ്റി നിർത്തത്തില്ല. ഈ മെലിത്താ ദ്വീപിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. അനേക ഭൂതങ്ങളെ സൗഖ്യമാക്കി, അനേക പനി പിടിച്ചവരെ, ജ്വരം ബാധിച്ചവരെ, മരണത്തോട് വെല്ലുവിളിച്ചെടുക്കുന്നവരെ പൗലോസിൽ കൂടെ സൗഖ്യമാക്കാൻ ഒരു വലിയ സംഘം അതിനകത്തിറങ്ങി. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ നീ മറഞ്ഞിരിക്ക്. സ്തോത്രം, ഹല്ലേലൂയ. മറന്നേക്ക് പുറത്ത് കൊണ്ടുവരും ദൈവം. ആരും കാണാതെ കൊണ്ടുവച്ചല്ലേ, ആരും കാണാതെ. എൻ്റെ അമ്മ മരിക്കുന്ന മുമ്പേ വലിയ നാളൊന്നും അവർ ജീവിച്ചിരുന്നില്ല. രക്ഷിക്കപ്പെട്ട ശേഷം അവർ മരിച്ചു. രക്ഷിക്കപ്പെട്ടതിന് മുമ്പും അവർ ദൈവാസന്മാർക്ക് കൊടുക്കും. പക്ഷേ രക്ഷിക്കപ്പെട്ട ശേഷം ചിലതൊക്കെ വേർതിരിച്ച് വയ്ക്കുമായിരുന്നു. ഹല്ലേലൂയ. വേർതിരിച്ച് ഒരു 2 സ്പൂൺ പഞ്ചസാര ചായക്കിടണമെങ്കിൽ അതിൽ 1.5 സ്പൂൺ ഇട്ട് 1/2 സ്പൂൺ മാറ്റി വയ്ക്കും. 2 മാസം, ചിലപ്പോൾ 2.5 മാസം ആകുമ്പോൾ ഒരുമിച്ച് കൊണ്ടൊന്ന് പള്ളിയിൽ വയ്ക്കും. തേയിലപ്പൊടി, അങ്ങനെ എല്ലാ കാര്യാദികളും അങ്ങനെ തന്നെ. പറയുന്ന കാര്യം മനസ്സിലായോ? ഈ പുസ്തകത്തിനകത്ത് അവർ ഏറിയ സമ്മാനം തന്നു, ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആമേൻ ആവശ്യമുള്ളത് കയറ്റി തന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആവശ്യമുള്ളത് ചെയ്തു, കയറ്റി തന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഈ വാക്യം വിട്ടുകളയരുത്. ആവശ്യമുള്ളത് കയറ്റി കൊടുത്തു, വിളംബരം ചെയ്തല്ല കൊടുത്തത്. അവർ പോലും അറിയാതെ, സ്തോത്രം, ഹല്ലേലൂയ, അവർ പോലും അറിയാതെ, പൗലോസ് അറിയാതെ, കൂടെ ഉള്ളവരറിയാതെ, നഷ്ടപ്പെട്ടതെന്നും അവിടെ റിസ്റ്റ് കൊടുത്തിട്ടില്ല. എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതിന്റെ ഇരട്ടിയായി ദൈവം ആ കാലഘട്ടത്തിൽ അഭിഷക്തന്മാരെ മെലിത്താ ദ്വീപിൽ എഴുതിപ്പിച്ചെങ്കിൽ, ഹല്ലേലൂയ, ആ ദ്വീപിനകത്ത് ശുദ്ധീകരണത്തിന് വേണ്ടി അവരെ കൊണ്ടുപോയത്. ആമേൻ. വേലക്കാരൻ കൂലിക്ക് നോക്കിയാൽ കർത്താവ് കൊടുക്കും. ആമേൻ. അവൻ കൃത്യമായി ജോലി ചെയ്തപ്പോൾ അവർക്ക് ആവശ്യമായതെല്ലാം കൊടുത്തെങ്കിൽ ഇന്ന് രാത്രിയിലും ദൈവ പൈതലെ, ആമേൻ, ദൈവം നിന്നെ മാനിപ്പാൻ ശക്തനായ ദൈവം കർത്താവ് മെലിത്താ ദ്വീപിലേക്ക് ഇറങ്ങിച്ചെന്ന്, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ദൈവം ചില കാര്യങ്ങൾ അവിടെ ചെയ്തെങ്കിൽ, രോഗികളുടെ മേൽ ദൈവാത്മാവിന്റെ കരം വെളിപ്പെട്ടെങ്കിൽ, 12ാമത്തെ വാക്യം വായിച്ച് പ്രാർത്ഥിക്കാം. 12ാമത്തെ വാക്യം ശക്തിയോട്, 12ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ, പ്രാർത്ഥിക്കാം. തങ്കമാൻറ്റി വായിച്ചോ 12ാം വാക്യം. ഇറങ്ങി 3 നാൾ പാർത്തു. അവിടെ നിന്ന് ചുറ്റി ഓടി രേഗ്യോനിലെത്തി. പ്രൈസ് ദി ലോർഡ്. ഇവർ അവിടെ നിന്നൊക്കെ ഇറങ്ങി ചില വിദൂര യാത്രകൾ ചെയ്തു വരുന്ന സമയത്ത് തന്നെ അവരുടെ നടുവിൽ ചില ആമേൻ വ്യക്തികളെയൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ വ്യക്തികളിൽ കൂടെ കൊണ്ടുവന്നു. അവരെ എല്ലാവരെയും പൗലോസ് ആമേൻ കൈവച്ച് പ്രാർത്ഥിപ്പാനിടയായി. ഇന്ന് രാത്രി കൈവച്ച് പ്രാർത്ഥിക്കാൻ ഒരു ഞായറാഴ്ച, എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഞായറാഴ്ച പള്ളിയിൽ പോകുന്നവര് ശ്രദ്ധിക്കുക. നിങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോയ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ഞായറാഴ്ച പള്ളിയിൽ പോയ ആരെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് പള്ളിയിൽ പോയ ആരെങ്കിലും ഉണ്ടോ? പള്ളിയിൽ പോയി നിങ്ങൾ ആരെങ്കിലും അഭിഷേകത്തിൻ്റെ തലയെ വെച്ച് പ്രാർത്ഥിച്ചോ? അത് മാത്രം പാസ്റ്റർ പറയരുത്. അങ്ങനെ ചെയ്ത ദ്രോഹങ്ങളൊക്കെ വച്ച് നോക്കിയ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അങ്ങനെ എന്നെ എന്തെല്ലാം പറഞ്ഞ് അത് പോട്ടെ. പ്രാർത്ഥന കഴിയുമ്പോൾ അഭിഷേകത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കണം. എത്ര പേര് മുട്ടുമടക്കി പറഞ്ഞ് അല്ലുണ്ടോ? അത് മാത്രം ചോദിക്കരുത്. ഞങ്ങൾ ഇന്നും മുട്ടുമടക്കത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞായറാഴ്ച ഇന്നലെ വരെ നിങ്ങൾ മുട്ടുമടക്കില്ല. ആ അഭിഷേകത്തോടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ആ ആശീർവാദം പറഞ്ഞ് തീരുമ്പോൾ മുട്ടുമടക്കിയ കൈ ഒന്ന് തലയിലേക്ക് വന്നാലേ വരുന്ന ഒരാഴ്ചത്തേക്ക് ആവശ്യമായ സകലതും നിങ്ങളുടെ മേലേക്ക് ദൈവാത്മാവ് നിന്ന് അനുഗ്രഹിച്ച് പുറത്തെടുക്കാൻ എൻ്റെ കർത്താവ് സർവശക്തനാണ്. ആമേ, സ്തോത്രം, പ്രൈസ്. എല്ലായ്പ്പോഴും ഒരഭിഷേകത്തിൻ്റെ മേൽ, ഒരു പുരോഹിതന്റെ മേൽ ആമേ എല്ലായ്പ്പോഴും കർത്താവ് ഇറങ്ങി നിന്നിക്കത്തില്ല. ചില സമയങ്ങളിൽ മാറി നിൽക്കും. പ്രമാണങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞായറാഴ്ച ദിവസങ്ങളിലെങ്കിലും